നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. സ്വയം പുകഴ്ത്തുന്നത് ശരിയല്ല, സമ്മതിച്ചു. പക്ഷേ ഞാൻ പറയാതെ നിങ്ങളെങ്ങനെ ഇതൊക്കെ മനസ്സിലാകുന്നത്? ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പണം മാത്രമല്ല ഭാഗ്യം, നിരവധി രൂപങ്ങൾ ഭാഗ്യത്തിനുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകില്ല. എന്തായാലും നമുക്ക് ഒരു 300 രൂപ ആ മാസം റീചാർജ് ചെയ്യാൻ ചിലവാകും. അതിനിടയ്ക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി കിടക്കുന്നു വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയാണ്. ദയവായി അതും ചെയ്യാം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എഴുതപ്പെടാത്ത ഒരു നിയമമുണ്ട്. നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത്. ഓക്കെ, ആ പഴമൊഴി ഞാൻ വ്യത്യസ്തമായിട്ട് ഒന്ന് അവതരിപ്പിക്കുന്നു. ഈശ്വരനെ കൊണ്ട് പറയിക്കരുത്. ഓക്കെ, ഈശ്വരനെ പരിഹസിക്കരുത്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഓക്കെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥ പറയാം. നടന്ന സംഭവമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് അത് ഒരു ഇംഗ്ലീഷിൽ ഒരു ലെസനായിട്ട് ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 250ഓളം കൊല്ലം മുമ്പ് ഗലീലിയോ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന്. ഓക്കെ, അത് അന്നത്തെ വിശ്വാസം. അതായത് 250 കൊല്ലം മുമ്പ് വരെ പൊതുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭൂമി പരന്നതായിരുന്നതാണ്. ഓക്കെ, പല മതഗ്രന്ഥങ്ങളിലും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഭൂമി ഉരുണ്ടാന്നുള്ള അല്ല പറഞ്ഞിരുന്നത്, ഭൂമി പരന്നതാണ്. ശരിയാണ്, നോക്കുമ്പോൾ എല്ലായിടത്തും എവിടെ ഭൂമി ഉരുണ്ടിരിക്കുന്നത്. അപ്പോൾ ഗലീലിയോ ഇത് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുപാട് ടെലസ്കോപ്പും ദൂരദർശിനികളും ഒക്കെ വെച്ച് പാവം പിടിച്ചവൻ കണ്ടുപിടിച്ചു ഇത് ഭൂമി ഉരുണ്ടതാണ്. ഭൂമി സൂര്യനെയാണ് വലം വെക്കുന്നത്. സൂര്യനും നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയല്ല ചുറ്റുന്നത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്. പക്ഷേ അതിന് 100% പേരും എതിർത്തു. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വെറും 250 കൊല്ലം മുമ്പാണ് നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രം ശൈശവ ദശയിലാണെന്നുള്ളതാണ് സത്യം. ഓക്കെ, പല കാര്യങ്ങളും തെളിയിക്കപ്പെടാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയാമല്ലോ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ. വല്ല രക്ഷയുണ്ടോ? കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? ശാസ്ത്രം പല കെട്ടുകഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എല്ലാം വെറും കെട്ടുകഥകളായിട്ട് അറബിക്കലിൻ്റെ അടിയിൽ താഴ്ന്നു പോയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗലീലിയോ ഇങ്ങനെ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ നാട്ടുകാരെല്ലാം ചിരിച്ചു, പരിഹസിച്ചു. ഓക്കെ, കാലം കഴിഞ്ഞപ്പോൾ മറ്റ് ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചു സംഭവം ഉരുണ്ടത് തന്നെയാണ്. ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയല്ല ചുറ്റുന്നതെന്ന് മറ്റ് ശാസ്ത്രകാരന്മാരും പറഞ്ഞപ്പോൾ ഗലീലിയോ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. അതൊക്കെ ഏകദേശം 200 കൊല്ലം ആയിട്ടുള്ളൂ.
നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്. ഓക്കെ, നമ്മളൊക്കെ ഞാനുൾപ്പെടെ എല്ലാവരും വലിയ വലിയ ആൾക്കാരാണെന്നാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. പക്ഷേ സംഭവം ഇതാണ്, വെറും 200 കൊല്ലത്തിന് മുമ്പാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന്. ഗലീലിയോ അന്ന് ഇത് പറഞ്ഞപ്പോൾ, ഏകദേശം 250 കൊല്ലം മുമ്പ് പറഞ്ഞപ്പോൾ, മതനേതാക്കൾ, അധികാരികൾ, ജനങ്ങൾ, ബന്ധുക്കൾ, വീട്ടുകാർ എല്ലാവരും അതിനെ പുച്ഛിച്ച് തള്ളി. അത് മാത്രമല്ല, അധികാരികളും മതനേതാക്കളും പറഞ്ഞു, നിങ്ങളത് തിരുത്തണം, പരസ്യമായി തിരുത്തി പറയണം, അല്ലെങ്കിൽ നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താക്കും, തെമ്മാടിക്കുഴിയിൽ കൊണ്ട് അടക്കം ചെയ്യും നിങ്ങളെ ശവശരീരം എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചതിന് വേറെ മാർഗമൊന്നുമില്ല. കാര്യം 100% പേരും എതിർക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തമൊന്നും അദ്ദേഹത്തിന് പോലും ഈ പറഞ്ഞ പോലെ നിലനിർത്താനായില്ല. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഭൂമി ഉരുണ്ടതല്ല, പരന്നതാണെന്ന്. ഭൂമി സൂര്യനെയല്ല, സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയാണ് ചുറ്റുന്നതെന്ന് അങ്ങേർക്ക് തിരുത്തി പറയേണ്ടി വന്നു. ഓക്കെ, ഇതൊക്കെ ചരിത്രമാണ്. ഓക്കെ, അപ്പോൾ അന്ന് നാട്ടുകാർ പറയുന്നത് ഗലീലിയോ കേട്ടു. എന്നിട്ടെന്തായി? അപ്പോൾ പ്രശ്നം ഇതാണ്, നാടോടുമ്പോൾ നടുവേ ഓടുക ഒരു പഴമൊഴിയാണ്. ഞാനത് തിരുത്തുന്നു. ഞാൻ പറയുന്ന പുതുമൊഴി ഇതാണ്, നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക. 100% പേരും അസംബന്ധമെന്ന് പറയുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ തിരുത്തുന്ന വേറൊരു പഴമൊഴിയുണ്ട്, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത്, നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് എന്നുള്ളത് ഞാൻ തിരുത്തുന്നു. ഞാൻ പറയുന്ന പുതുമൊഴി ഇതാണ്, ഈശ്വരനെ കൊണ്ട് പറയിക്കരുത്. ഓക്കെ, ഈശ്വരൻ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ അങ്ങ് സംസാരിക്കുക. അതുകൊണ്ട് ഈശ്വരൻ എന്ന് മാത്രം പറയുന്നു. ഓക്കെ, ഈശ്വരൻ നമുക്ക് ഭൂമിയിൽ അളവറ്റ പ്രകൃതി സമ്പത്ത് തന്നിട്ടുണ്ട്. ഈ പ്രകൃതി സമ്പത്ത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഉപയോഗിക്കുകയാണെങ്കിൽ നിസ്സാരമായിട്ട് ഒരു പൂ വിറുക്കുന്ന ലാഘവത്തോടെ, ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ട് ഒരു പൂ വിറുക്കുന്ന ലാഘവത്തോടെ നമുക്ക് സമ്പൽ സമൃദ്ധി നേടാം. ഓക്കെ, ഇപ്പോൾ പ്രകൃതി സമ്പത്ത് പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം. ഇപ്പോൾ ഇരുമ്പ്, ഓക്കെ, അതിൻ്റെ അയിര് എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇരുമ്പുണ്ടാക്കുന്നു. ഓക്കെ, അത് ഭൂമിയിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അതുപോലുള്ള പ്രകൃതി സമ്പത്ത് എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. സ്വർണവും ചെമ്പും അലുമിനിയവും എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി മെറ്റീരിയൽസാണ്. അതേസമയം നമ്മുടെ ഈ ഫോണിൻ്റെ കാള് പോലെ, അൺലിമിറ്റഡ് കാള് പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ തന്നെ നെല്ല്, ഗോതമ്പ്, കോഴിയിറച്ചി, മലക്കറി, മട്ടൻ, ബീഫ്, ഇതെല്ലാം അൺലിമിറ്റഡായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഓക്കെ, അങ്ങനെ 2 തരം മെറ്റീരിയലുകൾ, പ്രകൃതി സമ്പത്തുണ്ട്. ഒന്ന് അൺലിമിറ്റഡ്, ഒന്ന് ലിമിറ്റഡ്. അപ്പോൾ ഈ അൺലിമിറ്റഡിനെ നമ്മൾ എടുക്കുക, ചെയ്യാവുന്നിടത്തെല്ലാം കൃഷി ചെയ്യുക. കാർഷികോൽപ്പന്നങ്ങൾ അൺലിമിറ്റഡായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ലിമിറ്റഡായിട്ടുള്ള അത് നമുക്ക് ഒരു അൺലിമിറ്റഡായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ഒക്കില്ല.
ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് കാർഷികോൽപ്പന്നങ്ങളെല്ലാം. അതിനകത്തെല്ലാം ഈ പച്ചക്കറി മാത്രമല്ല കാർഷികോൽപ്പന്നങ്ങൾ, നെല്ലും ഗോതമ്പും മാത്രമല്ല, കോഴിയിറച്ചി, ആട്, മാട്, പശു എല്ലാം. അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിയിറച്ചി തന്നെ നമ്മളെല്ലാവരും കഴിക്കും. ഓക്കെ, അപ്പോൾ ഇത് അൺലിമിറ്റഡായിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഒരാശയമുണ്ട്, അളവറ്റ പ്രകൃതി സമ്പത്ത് നമ്മൾ വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പൽ സമൃദ്ധി നേടാം, അതും 100 ദിവസം കൊണ്ട്. തടസ്സം എന്താണ്? പണം. ഓക്കെ, കൃഷി ചെയ്യാൻ പണം വേണം. അല്ലാതെ പറ്റുമോ? പറ്റില്ല. അതേസമയം ഞാൻ പറയുന്ന വേറൊരു ആശയമുണ്ട്, പ്രകൃതി സമ്പത്ത്, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മാൻ പവർ, ടെക്നോളജി, ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം സ്വതന്ത്രമായിട്ട്, പണത്തിൻ്റെ തടസ്സമില്ലാതെ സ്വതന്ത്രമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പൽ സമൃദ്ധി നേടാം, 1 രൂപ ചിലവില്ലാതെ, വെറും 100 ദിവസം കൊണ്ട്. മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ മറ്റ് പല ചാനലുകളിലും നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ആശയത്തെ ഞാൻ ഡെവലപ്പ് ചെയ്തത് 35 വർഷം കൊണ്ടാണ്. നാട്ടുകാർ മുഴുവൻ കളിയാക്കി. ഓക്കെ, കറൻസി രഹിത വ്യവസ്ഥ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് പരിഹസിച്ചിരുന്നു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. പക്ഷേ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയ്ക്ക് ആ പരിഹാസത്തിന് വലിയൊരു അളവ് വരെ കുറവ് വന്നു. കാരണം എന്താ പറയുക, ഞാൻ മുന്നോട്ട് വെച്ച ആശയം കറൻസി രഹിത വ്യവസ്ഥ, അത് 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്തതെന്ന് മാത്രമല്ല, ഒരു സാമ്പത്തിക വിദഗ്ധൻ ഏകദേശം 1.5-2 വർഷത്തിന് മുമ്പ് എൻ്റെ ആശയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തു. പാവപ്പെട്ട എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന 2 വീഡിയോ ഉൾപ്പെടെ 3 വീഡിയോ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിസ്സാരനായിട്ടുള്ള വ്യക്തിയല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ്. അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയർഡ് എക്കണോമിക്സ് പ്രൊഫസറാണ്. അദ്ദേഹം 12 വർഷം എൻ്റെ ആശയം പഠിച്ച ശേഷം അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെയും എൻ്റെയും വീഡിയോകൾ കാണാവുന്നതാണ്. ഓക്കെ, അത് 3 മണിക്കൂറോളം സംസാരിച്ചെങ്കിലേ അത് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം പേർക്കും ഇത് ഐഡിയ മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും തൽക്കാലം നമുക്ക്, അതായത് വെറും 100 ദിവസത്തിനകലെ മലയാളികൾക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഒരു സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യം ഉണ്ട്. സമ്പൽ സമൃദ്ധ സംഘർഷരഹിത സ്വർഗരാജ്യം നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് വെറും 100 ദിവസത്തിനകലെ ഉണ്ട്. 1 രൂപ ചിലവില്ലാതെ നമുക്ക് ലോകം സമ്പൽ സമൃദ്ധമാക്കാം. ഇതിനെപ്പറ്റിയുള്ള വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. നാട്ടുകാർ പറയുന്ന രീതിയിലല്ല നമ്മൾ പോകേണ്ടത്. നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക, അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന പുതുമൊഴി. ഈശ്വരനെ കൊണ്ട് പറയിക്കരുത്. അതായത് നമ്മൾ ഈ രീതിയിലല്ല ജീവിക്കാൻ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത്. മറിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാനാണ് ഈശ്വരൻ നമുക്ക് ഇത്രയും പ്രകൃതി സമ്പത്ത്, അളവറ്റ പ്രകൃതി സമ്പത്ത് നമുക്ക് തന്ന് നമ്മളിവിടെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ ഈശ്വരൻ
പറയുന്ന രീതിയിലല്ല, ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മൾ മലയാളികളും ലോകത്തുള്ള മനുഷ്യരും ജീവിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത്, നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് എന്നുള്ള ആ ആപ്തവാക്യം ഞാൻ തിരുത്തുന്നു. ഈശ്വരനെ കൊണ്ട് പറയിക്കരുത്. കാരണം ഈ ആശയം സാമ്പത്തിക വിദഗ്ധർ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിട്ടും മലയാളികൾ ഇതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അതിന് തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ദൈവശിക്ഷ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് അല്പം ക്രൂരമായ രീതിയിലായിരിക്കാം എന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് വേൾഡ് എക്കണോമിക് ഫോറം 2024 ആഗസ്റ്റ് 18 ജനുവരി 24 നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞു, ലോകം മുഴുവൻ കൊടും പട്ടിണിയും അരാജകത്വവും വരും ശ്രീലങ്കയിൽ നടന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 2 വർഷം മുമ്പ്. അതൊന്നും മലയാളികൾ അറിഞ്ഞിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈശ്വരൻ പറയുന്നത് കേൾക്കുക, നാട്ടുകാർ പറയുന്നതല്ല. ഇവിടുത്തെ നാട്ടിലെ കുട്ടപ്പനും രാജപ്പനും ഒന്നും അല്ല ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് വേറെ ആളുണ്ട്, ഈശ്വരൻ. ആ ഈശ്വരൻ പറയുന്നത് ഇതുപോലെ ജീവിക്കാനല്ല, കടവും കയറി ടെൻഷനും അടിച്ച് ഇങ്ങനല്ല ജീവിക്കേണ്ട മനുഷ്യൻ. ആഹ്ലാദത്തോടെ പരമാനന്ദത്തോടെ ഒരു സ്വർഗത്തിൽ കഴിയുന്ന പോലെ സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ഒരു ജീവിതമാണ് ഈശ്വരൻ നമുക്ക് കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വിദഗ്ധർ വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞ പോലെ അരാജകത്വവും കൊടും പട്ടിണിയുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതേസമയം ഞാൻ പറയുന്നു, വെറും 100 ദിവസത്തിനകലെ സംഘർഷരഹിതവും സമ്പൽ സമൃദ്ധമായ ഒരു സ്വർഗരാജ്യം നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഭാഗ്യം ചാനൽ പറയുന്നു, നിങ്ങൾക്ക് ചെറിയ ഭാഗ്യമല്ല ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്നത്, മഹാഭാഗ്യമല്ല, അതിലും വലുതാണ് ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും. ഓക്കെ. അപ്പോൾ തൽക്കാലം നീട്ടുന്നില്ല, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. നമസ്കാരം, ശുഭദിനം, ഓണാശംസകൾ.